ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് കുറച്ച് ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ പറയാണ്, നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ 10-15 കളർ വെറൈറ്റീസ് ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡെൻഡ്രോബിയം സീഡ്ലിങ്സിനെ എങ്ങനെ മെച്ചോർഡാക്കി എടുക്കാം എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അതുപരമായിട്ട് അതിനകത്ത് പറഞ്ഞ ഒരു കണ്ടൻറ്റാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പച്ചച്ചാണകവും കുറച്ച് കടലപ്പിണ്ണാക്ക്, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്. അതിനകത്ത് നമ്മുടെ കയ്യിലിപ്പോൾ കടലപ്പിണ്ണാക്ക് ഉണ്ടായില്ല കേട്ടോ, അത് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് അടുത്ത ദിവസമാണ് ചെയ്തത്. കുറച്ച് ശീമക്കൊന്നയുടെ ഇല, ഒരു കഷ്ണം ശർക്കര, കുറച്ച് കഞ്ഞിവെള്ളം പുളിച്ചതാണ് കേട്ടോ, ഒരു ദിവസം വെച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഇതെല്ലാം ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കടലപ്പിണ്ണാക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത ദിവസമാണ് നമ്മൾ കടലപ്പിണ്ണാക്ക് വാങ്ങിച്ചിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തത് കേട്ടോ. നമ്മൾ കടലപ്പിണ്ണാക്കും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം ഒന്നുകൂടി വെച്ചു കേട്ടോ. പിന്നെ ഇത് പുളിപ്പ് കൂടുന്തോറും നമ്മുടെ ഈ ഒരു ലായനിയുടെ വീര്യവും നന്നായിട്ട് കൂടും. അപ്പോൾ ഇത് നമുക്ക് ഓർക്കിഡ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീടുകളിലുള്ള ബാക്കി എല്ലാ ചെടികൾക്കും വളരെ നല്ലതാണ്. റോസ് ആയിക്കോട്ടെ, ജെറബറ ആയിക്കോട്ടെ, ഗ്രൗണ്ട് ഓർക്കിഡ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ബുഷിയായിട്ട് വരും കേട്ടോ. പിന്നെ എല്ലാ ചെടികൾക്കും, നമ്മുടെ ചെമ്പരത്തികൾ, റോസ്, അങ്ങനെ എല്ലാ തരം ചെടികൾക്കും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിത് നല്ല രീതിയിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കണേ. അതേ രീതിയിൽ നമ്മുടെ ഓർക്കിഡ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ
പെട്ടെന്ന് അത് നാശമായി പോകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ വലിയ ചെടികൾക്ക് ഇത് ഡയല്യൂട്ട് ചെയ്യാതെ ഒഴിച്ചു കൊടുത്താലും പ്രശ്നങ്ങളൊന്നും കാര്യമായ രീതിയിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളാണ്. നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങളും നമ്മളങ്ങനെ വീഡിയോ എടുത്ത് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വളപ്രയോഗത്തിന് ശേഷം നമ്മുടെ ചെടികളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് നനച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു ചെറിയൊരു പോട്ടിനകത്തേക്ക് നമ്മുടെ ലിക്വിഡ് എടുത്തിട്ട് അതിനകത്ത് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ട് വേണം ഇതൊന്നും അതിനകത്ത് മുക്കി വെച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് മുക്കി വെച്ചെടുക്കാം, നമ്മുടെ ചെടിയുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചട്ടികളെല്ലാം ഹോൾസ് ഉള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒഴുകിപ്പോവും. നേരെ മറിച്ച് നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മുടെ ഈ ഒരു ലായനിയിലകത്ത് മുക്കി വയ്ക്കുകയാണെങ്കിൽ ആ വേര് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ ഒരു ലായനി വലിച്ചെടുക്കുകയും ഉടനെ തന്നെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചെടിയിൽ കണ്ടുവരികയും ചെയ്യും. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ കൂടുതലൊന്നും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാറില്ല കേട്ടോ. ഒന്നാമത് അതിനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതോട് കൂടിയിട്ട് നമ്മുടെ കുട്ടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ പലർക്കും, തുടക്കക്കാരായ പലർക്കും നല്ല ഉപകാരപ്രദമാണെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.